ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ മൈസൂർ കൊട്ടാരവും അതിനുള്ളിലുള്ള മുഴുവൻ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. രാവിലെ 10 മണിക്കാണ് അവിടെ ഓപ്പൺ ടൈം വരുന്നത്. വൈകുന്നേരം 5:30 വരെയാണ് കേട്ടോ. ടിക്കറ്റ് നിരക്ക് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നേരത്തെ എത്തിക്കൊണ്ട് തന്നെ ടിക്കറ്റ് കൗണ്ടർ തുറക്കുന്നതിന് മുന്നേ ഞങ്ങൾ ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുത്തു കേട്ടോ. ഇന്നത്തെ ദിവസം ഗേറ്റ് തുറക്കി ഫസ്റ്റ് കയറുന്നത് ഞങ്ങളാണ്. ബാഗൊക്കെ ചെക്കിങ്ങിന് കൊടുത്ത് ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത നഗരമാണ് മൈസൂർ. ഇന്ത്യ രാജ്യത്ത് അതിവേഗം വളർന്നു വരുന്ന നഗരവുമാണ് മൈസൂർ. ഇന്ന് ഇവിടെ കാണുന്ന ഈ കൊട്ടാരമായിരുന്നില്ല പണ്ടത്തെ മൈസൂർ കൊട്ടാരം. ഓഡയർ രാജാക്കന്മാർ മൈസൂരിനെ കീഴടക്കിയ സമയത്ത് അവർ ആദ്യം ഒരു കൊട്ടാരം നിർമ്മിച്ചത് തടിയിലായിരുന്നു. മൈസൂർ ദസറയുടെ പ്രധാന വേദിയാണ് ഈ മൈസൂർ കൊട്ടാരം. 14-ാം നൂറ്റാണ്ടിലാണ് ഇവിടെ ആദ്യമായിട്ട് കൊട്ടാരം നിർമ്മിച്ചത്. അതിനുശേഷം നിരവധി തവണ ഇവിടെ നവീകരണം നടത്തിയിട്ടുണ്ട്. 400 വർഷം മൈസൂർ ഭരിച്ച രാജവംശമാണ് ഓഡയർ രാജവംശം. മൈസൂരിന്റെ ചരിത്രത്തിലെ സുവർണ കാലഘട്ടം എന്നാണ് ഈ ഒരു കാലഘട്ടം അറിയപ്പെടുന്നത്. ഇന്ത്യ രാജ്യത്ത് ഇത്ര വർഷക്കാലം നാട് ഭരിച്ച വേറൊരു രാജവംശം ഇല്ല എന്നാണ് പറയപ്പെടുന്നത്. 1610 മുതൽ ദസറ ഇവിടെ നടന്നു വരുന്നുണ്ട്. 1897 ഇന്ന് കാണുന്ന ഈ കൊട്ടാരത്തിന്റെ പണി തുടങ്ങിയത്. 15 വർഷക്കാലം പിന്നീട് ഇതിന്റെ നിർമ്മാണം നടന്നു. 1912 ഈ രൂപത്തിലുള്ള കൊട്ടാരത്തിലേക്ക് എത്തിയത്. 3 നിലകളിലായിട്ടാണ് ഈ കൊട്ടാരം നിലനിൽക്കുന്നത്. അമൂല്യമായിട്ടുള്ള ഒരുപാട് വസ്തുക്കൾ ഇതിനുള്ളിലുണ്ട്. ഏകദേശം 50 ലക്ഷത്തിലധികം വിനോദസഞ്ചാരികൾ ഈ കൊട്ടാരം ഒരു വർഷം സന്ദർശിക്കുന്നുണ്ട്. മുതിർന്നവർക്ക് ഈ കൊട്ടാരം സന്ദർശിക്കാൻ 120 രൂപയാണ് നിരക്ക്. രാത്രി സമയങ്ങളിൽ 1 ലക്ഷത്തിൽ കൂടുതൽ ബൾബുകൾ കൊട്ടാരത്തിന് ചുറ്റും കത്തുന്നുണ്ട്. 172 വർണ്ണങ്ങളിലായിട്ടാണ് അത് കത്തുന്നത്. താജ്മഹൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന ഒരു സ്ഥലമാണ് ഈ കൊട്ടാരം. ഇന്നത്തെ 230 കോടി രൂപ ചിലവിട്ടാണ് അന്ന് ഈ കൊട്ടാരം നിർമ്മിച്ചത്. മൈസൂർ കൊട്ടാരത്തിനുള്ളിലുള്ള ഈ 2 ആനത്തലകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പണ്ട് ബന്ദിപ്പൂർ കാടുകളിൽ പ്രജകളെ ശല്യം ചെയ്ത ഈ 2 കൊലകൊമ്പന്മാരെ കുറിച്ച് പ്രജകൾ ഓഡയാർ രാജാവിൻ്റെ അടുത്ത് പരാതി പറഞ്ഞു. വേട്ടയാടൽ വിനോദമാക്കിയ രാജാവ് നേരിട്ട് പോയി ആനകളെ വെടിവെച്ച് വീഴ്ത്തി ഇവരുടെ തലകൾ വെട്ടിയെടുത്ത് കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു. കൊട്ടാരത്തിൽ സ്റ്റെപ്പ് ചെയ്ത് വെച്ച ഈ 2 ആനത്തലകളും വർഷാവർഷം തോറും കെമിക്കൽ ട്രീറ്റ്മെന്റ് വഴിയാണ് ഇങ്ങനെ നിലനിന്നു പോരുന്നത്.
അപ്പോൾ മൈസൂർ കൊട്ടാരവും അവിടുത്തെ വിശേഷങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള ഒരുപാട് വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.